മാനന്തവാടിയിൽ നാടിറങ്ങിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം 5-ാം ദിവസവും തുടരുന്നു. പുലർച്ചെ 5:30-യോടെ ദൗത്യം പുനരാരംഭിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വയനാട് നിന്നും ഇർഫാൻ ഇബ്രാഹിം സേഠ് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ KT സ്വാലിഹുമുണ്ട്. ആദ്യം ഇർഫാനിലേക്ക്. ഇർഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഇർഫാൻ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിപ്പോൾ ഇന്ന് ദൗത്യം വീണ്ടും തുടരുമ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ശ്രമങ്ങൾ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്തൊക്കെ വെല്ലുവിളികൾ, എന്തൊക്കെ തടസ്സങ്ങളാണ് നേരിട്ടിരുന്നത്? കീർത്തി, ബേലൂർ മഗ്നയും കൂട്ടാളിയായ മറ്റൊരു മോഴയും ഇപ്പോഴും വനം വകുപ്പിൻ്റെ ദൗത്യ സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ മുതൽ തന്നെ ആന അവരുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ്. തുടർച്ചയായ നിരീക്ഷണവും അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും ദൗത്യസംഘം നടത്തി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ആന രാവിലെ എത്തിയ ബേഗൂർ വനമേഖലയിലാണ്. ആ ഒരു കോളനിയിലാണ്, ഇരുമ്പുപാലം കോളനിയാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വനപാലകർ രാത്രി മുഴുവൻ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനപാലകർ ആന ഈ കോളനി ഭാഗത്തേക്ക് വരുന്നത് തടയാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ കൃത്യമായൊരു നിരീക്ഷണവും അവർ നടത്തിയിരുന്നു. ഇതുപോലെ തന്നെ ഈ പ്രദേശം, ഈ കാട് മുഴുവനും വനപാലകരും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന സംയുക്ത ദൗത്യസംഘം വളഞ്ഞിട്ടുണ്ട്. ആന ഈ ഒരു പ്രദേശം വിട്ട് കൂടുതൽ അകലേക്ക് പോകാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടപടികളുമാണ് പോലീസ് അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ദൗത്യസംഘം നിർവഹിച്ച് പോരുന്നത്. മറ്റൊരു സ്ഥലത്തായി, അതായത് അപ്പുറത്ത് ബാവലി മേഖലയിലാണ്, ആ ബാവലി മേഖലയിലേക്കാണ് ഇന്നലെ രാത്രി ആന നീങ്ങുന്നു എന്നൊരു ലൊക്കേഷൻ കിട്ടിയത്. ബാവലി, മണ്ണുണ്ടി അതോടൊപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആന കേന്ദ്രീകരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് പുലർച്ചെ 5:30യോടുകൂടി തന്നെ ദൗത്യം പുനരാരംഭിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ജനവാസ മേഖല ഉള്ള മണ്ണുണ്ടി അതോടൊപ്പം തന്നെ കൂപ്പ ഈ ഇരുമ്പുപാലം കോളനി എന്നിവിടങ്ങളിലും കൃത്യമായൊരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. കൃത്യമായി രാത്രി പെട്രോളിങ്ങും ഉണ്ടായിരുന്നു. പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയുമൊക്കെ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഈ സമാനമായ രീതിയിൽ ആനയ്ക്കൊപ്പം മറ്റൊരു മോഴ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആ മോഴ ഉള്ളത് കൊണ്ട് തന്നെ മഗ്നയെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സാധ്യത കുറഞ്ഞു വരികയാണ്. മാത്രമല്ല ഈ കുങ്കി ആനകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതോടുകൂടി ആന കൂടുതൽ കാട്ടിലേക്ക് ഉൾവലിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. കോന്നി സുരേന്ദ്രനും മറ്റ് കുങ്കി ആനകളും ഭരതും വിക്രമും സൂര്യയും ഉൾപ്പെടെയുള്ള 4 കുങ്കി ആനകളും മാർക്ക് ചെയ്ത് ഈ ഫുട്ബോൾ കളിയിൽ ഒരു എതിരാളിയെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായി 2 ആനകളെയും മാർക്ക് ചെയ്ത് തന്നെയാണ് ഇന്നലെ അവരെ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തെത്തിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ആ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം. ഇടയ്ക്ക് ഉച്ചയോടുകൂടി കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആനകൾ തിരിച്ച് വീണ്ടും കാട് കയറുന്നൊരു സാഹചര്യമുണ്ട്. കുങ്കി ആനകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതോടുകൂടി ആന കൂടുതൽ ഉൾവനത്തിലേക്ക് വലിയുന്നൊരു സാഹചര്യമുണ്ട്. പടക്കം പൊട്ടിച്ചും മറ്റും ഇവർ ആനയെ തുരത്താനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. തുരത്തി ചതുപ്പായ പ്രദേശത്ത് തുറസായ സ്ഥലത്ത് എത്തിച്ചിട്ടാണ് ആനയെ മയക്കുവെടി വെക്കാൻ കഴിയൂ. ആ ഒരു സാഹചര്യം ഇന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായി നിരീക്ഷിച്ച് ഡ്രോൺ ദൃശ്യങ്ങളെല്ലാം ആദ്യം കൈരളി ന്യൂസാണ് പുറത്തുവിടുന്നത്. അത്തരത്തിൽ ആനയ്ക്കൊപ്പം മറ്റൊരു മോഴ ആനയും ഉള്ളതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമ്മളിതിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വനപാലകർക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവരുടെ വനപാലകരുടെ നിരീക്ഷണ പരിധിയിൽ, ആ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ 2 ആനകളും ഉള്ളത്. ഇത് കർണാടക അതിർത്തിയോട് ചേർന്നുള്ള വനമേഖലയിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി വനപാലകർ കാണുന്നുണ്ട്. അങ്ങനെ പോയാൽ ഈ ദൗത്യം ഒരു പക്ഷേ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനും വനപാലകർ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൊലകൊല്ലിയായ ഈ മോഴയാന, ഈ ആന വീണ്ടും തിരിച്ച് കാട് കയറിയ ശേഷം വീണ്ടും കാട് ഇറങ്ങാനൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റുവാനാണ് വനപാലകരുടെ തീരുമാനം. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയുള്ള മോഴയാനെ തുരത്തിയ ശേഷം മഗ്നയെ വെടിവെക്കാനും മയക്കുവെടി വെച്ച് കീഴ്പ്പെടുത്തി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റുവാൻ ആണ് ഇവർ വനപാലകർ ഇന്ന് ശ്രമിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ കുങ്കിയാനകളുള്ളത്
ബാവലി മേഖലയിലാണ്. അവിടെ കെ ടി സ്വാലിഹുണ്ട്. കെ ടി സ്വാലിഹ് അതുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകും. ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് ജനങ്ങളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ വനപാലകരുടെയും ദൗത്യസംഘത്തിൻ്റെയും സുരക്ഷയും മാനിച്ചുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ കാലാവസ്ഥയും ആന നിൽക്കുന്ന ഭൂപ്രകൃതിയുടെ ഒരു സവിശേഷതയും കൂടി പരിഗണിച്ച് മാത്രമായിരിക്കും ഉചിതമായ ഒരു നിമിഷത്തിനു വേണ്ടി ആ സാഹചര്യം ഒരുങ്ങുന്നതിന് വേണ്ടി വനപാലകർ ഇപ്പോഴും അവരുടെ ക്ഷമയോടുള്ള ഊർജ്ജസ്വലമായ ഒരു കാത്തിരിപ്പ് തുടരുകയാണ്. ഇന്നലെ 3 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 11:30 ഉച്ചയ്ക്ക് മുമ്പായി 11:30 മയക്കുവെടി വെച്ചിരുന്നു. ആനയ്ക്ക് കൊള്ളാതെ ആന അതിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്നും സമാനമായ രൂപത്തിൽ ഉച്ചയ്ക്ക് മുമ്പായി മയക്കുവെടി വെച്ചിരുന്നു. മിനിഞ്ഞാന്നും 3 ശ്രമങ്ങളിൽ ഒരു ശ്രമം മയക്കുവെടി വെക്കുകയും 2 ശ്രമങ്ങൾ പാഴാവുകയും ചെയ്തിരുന്നു. ഇന്നലെയും അതുപോലെ തന്നെയാണ്. ആനയ്ക്ക് കൊള്ളാതെ ആന രക്ഷപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. തുറസായ സ്ഥലത്ത് നിന്ന് എത്തിച്ചാൽ മാത്രമേ ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ സാധിക്കൂ. അത് മാത്രമല്ല, മയക്കുവെടി വെച്ചതിന് ശേഷം 20 മിനിറ്റോളം അല്ലെങ്കിൽ അരമണിക്കൂറോളം ആന പരിഭ്രാന്തനായും അതോടൊപ്പം തന്നെ ഒരു ഭ്രാന്തമായ ഒരു സ്വഭാവ സവിശേഷതയോടുകൂടി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരെയും സമീപ പ്രദേശത്തെ കോളനിയിലേക്ക് കടന്നാൽ ജനങ്ങളെയും ആക്രമിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഒരു മയക്കുവെടി ഫസ്റ്റ് ഡോസ് വെക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ് ആനയെ നിരീക്ഷിക്കും. ഈ ആന നിരീക്ഷിക്കുന്ന സമയത്ത് ആന ഒരു 10-15 മീറ്ററിൽ കൂടുതലല്ല ആനയുടെ സഞ്ചാരമെങ്കിൽ ആന വരുതിയിലായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ 2ാമത്തെ ഡോസ് വെക്കും. അതുമാത്രമല്ല, ഈ 10 മിനിറ്റ് നിരീക്ഷണ സമയത്ത് ആന 10 മുതൽ 15 മീറ്ററിന് ദൂരെയാണ് പോകുന്നതെങ്കിൽ ആനയ്ക്ക് ഇനിയും ഹൈ ഡോസിൽ വീണ്ടും 2ാം ഡോസ് ഹൈ ഡോസാക്കി തന്നെ കൊടുക്കണം എന്നുള്ളതാണ് വനപാലകർ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടുന്ന ആളുകൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മളോട് പങ്കുവെക്കുന്ന ഒരു വിവരം. അങ്ങനെ ആകുമ്പോൾ തന്നെയും ഈ 2ാം ഡോസ് കൂടുതൽ ഹൈ ഡോസായിട്ട് വെക്കുകയും ആനയും വീണ്ടും കീഴ്പ്പെടുത്തേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, ആന ഉൾക്കാട്ടിലാണ് എങ്കിൽ ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് തളിച്ചുകൊണ്ട് ആനയെ കൊണ്ടുപോകാനുള്ള ലോറികൾ 5 ദിവസം മുമ്പേ സജ്ജമാണ്. ആ ലോറി ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ലോറിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ഈ ആനയെ എത്തിക്കേണ്ടതുണ്ട്. അത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. കുങ്കിയാനകൾ നിർവഹിക്കുന്ന ദൗത്യമാണ്. 2 സൈഡിലും വിക്രമും അതോടൊപ്പം തന്നെ ഭരതും 2 സൈഡിലുകളുമായി പിറകിൽ കോന്നി സുരേന്ദ്രൻ നിന്ന് മുന്നിൽ സൂര്യ എന്ന കുങ്കിയാന മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് കയറ് വെച്ച് വലിച്ച് 4 സൈഡിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫുട്ബോൾ കളിയിൽ ഒരു എതിരാളിയെ മാർക്ക് ചെയ്യുന്നത് പോലെ ഇതിനെ മാർക്ക് ചെയ്ത് ഈ വണ്ടി എത്തുന്ന സ്ഥലത്തേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ദൗത്യം വിജയകരമായി നടപ്പാക്കാൻ അല്ലെങ്കിൽ വിജയകരമായി നടപ്പാക്കി എന്ന് പറയാൻ കഴിയൂ. എത്തിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരമൊരു ഭൂപ്രകൃതിയുടെ അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ ആനയെ ഉൾവനത്തിൽ നിന്ന് ലോറി എത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ഒരു ദുർഘടം പിടിച്ച ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അതൊഴിവാക്കാൻ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഈ വ്യത്യസ്ത ഘടകങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമായിരിക്കും ആനയെ വെടിവെക്കുക. അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ ഇന്ന് നിലവിൽ നൽകുവാൻ കഴിയുന്നത്. ഏതായാലും രാവിലെ പുലർച്ചെ 5:30 തന്നെ ദൗത്യം പുനരാരംഭിച്ചു. ദൗത്യം ഇന്നലെ അർദ്ധരാത്രിയും തുടരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനവാസ മേഖലയിലേക്ക് ആന കടക്കുന്നത് തടയാനായി കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഓരോ റൂട്ടിലും ഈ ആനയെ ഉള്ള കാടിൻ്റെ 4 വശത്തുമുള്ള ഓരോ റൂട്ടിലും വനപാലകർ പെട്രോളിംഗ് റാപ്പിഡ് റെസ്പോൺസ് ടീം RRTയും അതോടൊപ്പം തന്നെ മറ്റ് ഫ്ലൈയിങ് സ്ക്വാഡുകളും നിരന്തരമായി പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. എല്ലാ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീ കാഞ്ഞുകൊണ്ട് അവരുടെ കാവലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ നൽകുവാൻ കഴിയുന്നത്. കീർത്തി,